മാർത്തമറിയം വനിതാ സമാജം സെൻട്രൽ എക്സാം 2025 ഈ വർഷത്തെ നമ്മുടെ പുസ്തകം വീണ്ടെടുക്കുന്ന ക്രിസ്തു, രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ ദ റെഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്ക് ഓഫ് രൂത്ത് ആൻഡ് എസ്തേർ എന്നുള്ളതാണല്ലോ. ഈ പുസ്തകത്തിൽ ആകെ 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നു. ആ ഇൻട്രൊഡക്ഷനിലുള്ള കാര്യങ്ങളെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ രീതിയിലാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങൾ എത്ര എണ്ണം, ഏതെല്ലാം? നമുക്കെല്ലാവർക്കും അറിയാം, 2 പുസ്തകങ്ങളേ ഉള്ളൂ, രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങൾ. Only 2 books in the Bible are known by women's name, the book of Ruth and Esther. Question number 2, ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തതയും സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കിയവർ ആരെല്ലാം? മോവാബ്യ സ്ത്രീയായ രൂത്തും യഹൂദ സ്ത്രീയായ എസ്തേറും, who had exhibited their devotion and faithfulness to God through their own lives. Ruth, a Moabite woman, and Esther, a Jewish woman. Question number 3, മോവാബ്യ സ്ത്രീയായ രൂത്തും യഹൂദ സ്ത്രീയായ എസ്തേറും അവരവരുടെ സ്വന്തം ജീവിതത്തിലൂടെ എന്താണ് വ്യക്തമാക്കിയത്? ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തതയും. ഇത് വേറൊരു രീതിയിലും ചോദിക്കാവുന്നതാണ്. മോവാബ്യ സ്ത്രീയായ രൂത്തും യഹൂദ സ്ത്രീയായ എസ്തേറും ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തയും എങ്ങനെയാണ് വ്യക്തമാക്കിയത്? അവരവരുടെ സ്വന്തം ജീവിതത്തിലൂടെ. What did Ruth and Esther exhibit through their lives? Their devotion and faithfulness to God. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, മനുഷ്യനു വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാകര ചരിത്രത്തിലും യേശുവിൻ്റെ വംശാവലിയിലും പേര് ചേർക്കപ്പെട്ടത് ആരുടെയാണ്? അതിന് എങ്ങനെയാണ് അവൾ പ്രാപ്തയായത്? രൂത്തിൻ്റെ പേരാണ് ചേർക്കപ്പെട്ടത്. ആകെ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ 5 സ്ത്രീകളുടെ പേര് മാത്രമേ പറയപ്പെടുന്നുള്ളൂ. അതിലൊരാളാണ് രൂത്ത്. തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അമ്മാവി അമ്മയെ സ്വന്തം അമ്മയായി പരിചരിക്കുകയും അമ്മാവി അമ്മയുടെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തതുവഴിയാണ് അവൾ അതിന് പ്രാപ്തയായത്. Ruth name got included in the salvation history that God had prepared for mankind and in the genealogy of Jesus Christ by her actions after her husband's death. She loved and served her mother-in-law as her own mother and loved her mother-in-law's God as her own. Question number 5, രൂത്തിന്റെ പുസ്തകത്തിൽ ഉടനീളം എന്താണ് കാണുവാൻ സാധിക്കുന്നത്? രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നീതിമാനായ ദൈവം അവളെ കല പെറുക്കുവാൻ പോയ വയലിൻ്റെ നാദിയാക്കി മാറ്റുന്ന വീണ്ടെടുപ്പിൻ്റെ സംഭവങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ചെറിയ പുസ്തകം. എന്നാൽ വലിയ വലിയ കാര്യങ്ങളാണ് അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. The events leading to the redemption of Ruth by the just God who transformed her from a poor woman gleaning grain behind the harvesters in the field into the owners of the field where she had come to glean are what we witness throughout the book of Ruth. Great truths have been revealed in this small book. Question number 6, രൂത്തിന്റെ പുസ്തകത്തിൽ എന്തിൻ്റെ മനോഹര ചിത്രം ഉണ്ടെന്നാണ് പറയുന്നത്? രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അവയുടെ 3 വിധവകളുടെ കാര്യമാണ് പറയപ്പെടുന്നത്. നവോമിയും രൂത്തും ഓർപ്പയും. അവരുടെ ചരിത്രത്തിലൂടെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ ഒരു മനോഹര ചിത്രമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. What beautiful portrait is present in the book of Ruth? There is a beautiful portrait of the history of 3 widows who attained the experience of redemption. Question number 7, എന്തിൻ്റെ എല്ലാം വിവരണങ്ങളാണ് രൂത്തിന്റെ പുസ്തകത്തിൽ ഉള്ളത്? രൂത്തിന്റെ പുസ്തകത്തിൽ 3 വിവരണങ്ങളാണുള്ളത്. ഒന്ന്, യഹോവയായ ദൈവത്തോടുള്ള വിലമതിപ്പിൻ്റെയും അവൻ്റെ രക്ഷാകര ക്രമീകരണങ്ങളിലുള്ള ആശ്രയത്തിൻ്റെയും വിവരണം. മശിഹൈക വംശപാരമ്പര്യത്തിൽ യഹോവയ്ക്കുള്ള അതിയായ താല്പര്യം എടുത്തു കാണിക്കുന്ന ഒരു വിവരണം. ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഹൃദയസ്പർശിയായ ഒരു വിവരണം. These are the 3 descriptions or details of how much they honored their God
Jehovah and how much they trusted in his salvific arrangement for them. Second one, beyond emphasizing the interest that God Jehovah took in the genealogy of the Messiah, the book of Ruth can also be understood as a touching description of the joys and sorrows within a family. Question number 8. എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയത്? How many years did the judges rule in Israel? 11 years. Question number 9. എപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് രൂത്തിന്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തെ 11 വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ് രൂത്തിന്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. When did the events included in the book of Ruth take place? The book includes the events that took place over a span of 11 years during the period when Israel had been ruled by the judges. Question number 10. രൂത്ത് ഒന്നാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഇവിടെ 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബുക്കിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 1. യഹൂദ്യനായ എലീമേലെക്ക് ഭാര്യയായ നവോമിയോടും മക്കളോടുമൊപ്പം മോവാബിൽ താമസമാക്കുകയും മക്കളായ മഹ്ലോനും കില്യോനും മോവാബ്യരായ രൂത്തിനെയും ഓർപ്പയെയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. Elimelech, a man from Judah, together with his wife Naomi and 2 sons, go to live in the country of Moab, and his sons Mahlon and Kilion married 2 Moabite women, Orpah and Ruth. Second one, എലിമേലേക്കും മഹ്ലോനും കില്യോനും മരിക്കുകയും അമ്മായിയമ്മയും മരുമക്കളും വിധവകളാകുകയും ചെയ്യുന്നു. എലിമേലേക്ക് and his sons Mahlon and Kilion pass away, and the mother-in-law and the 2 daughter-in-laws are left widows. തേർഡ് വൺ, നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഓർപ്പ അവരെ വിട്ടുപോകുന്നു. രൂത്ത് നവോമിയോട് ദൈവത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നവോമിയോടൊപ്പം ബേത്ലഹേമിലേക്ക് പോകുന്നു. Obeying the instruction of Naomi, Orpah leaves them. Ruth accompanies Naomi to Bethlehem, declaring her allegiance to Naomi and Naomi's God. Question number 11. രൂത്ത് രണ്ടാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ത്? രൂത്ത് ബോവസിന്റെ വയലിൽ കാലാ പെറുക്കുന്നു. രൂത്തും ബോവസും കണ്ടുമുട്ടുകയും ബോവസ് കാണിച്ച ദയയെക്കുറിച്ച് അവൾ നവോമിയോട് പറയുകയും ചെയ്യുന്നു. രൂത്ത് ഗോസ് ക്ലീനിങ് ഇൻ ദ ഫീൽഡ് ഓഫ് ബോവസ്. സെക്കൻഡ് വൺ, രൂത്ത് ആൻഡ് ബോവസ് meet each other and she reports to Naomi about the kindness that Boaz had shown her. Question number 12. രൂത്ത് മൂന്നാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ത്? 1. നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് രൂത്ത് ബോവസിന്റെ മെതിക്കളത്തിൽ എത്തുന്നു. രൂത്ത് arrives at the threshing field of Boaz following Naomi's instruction. Second one, ബോവസ് നവോമിക്ക് നൽകുവാൻ കൊടുത്ത സമ്മാനവുമായി രൂത്ത് തിരിച്ച് നവോമിയുടെ അടുക്കൽ എത്തുന്നു. രൂത്ത് returns to Naomi with the gift Boaz had given for Naomi. Question number 13. രൂത്ത് നാലാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഫസ്റ്റ് വൺ, ബോവസ് വീണ്ടെടുപ്പുകാരനായി മാറുന്നു. ബോവസ് turned into her redeemer. രൂത്തിനും ബോവസിനും ഒബേദ് ജനിക്കുന്നു. A son Obed is born to Ruth and Boaz. തേർഡ് വൺ, യേശുവിന്റെ വംശാവലിയുടെ ഭാഗമായി ഒബേദിനെ ഉൾപ്പെടുത്തി ദാവീദിന്റെ വംശപരമ്പര എടുത്തു കാണിക്കുന്നു. The direct lineage from King David is made apparent by including Obed in the genealogy of Jesus. ഇത് ഇങ്ങനെ അല്ലാതെ രൂത്തിന്റെ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ച് 10 മാർക്കിനും ചോദിക്കാവുന്നതാണ്. Question number 14. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണെന്ന ബോധ്യം ഇവിടെ ഉറപ്പിക്കാം. എങ്ങനെ? അവിടെ പുരുഷനും സ്ത്രീയും യവനനും യഹൂദനും പ്രവാസിയും സ്വദേശിയും പരദേശിയും ഒക്കെ ദൈവ തിരുമുമ്പാകെ ഒന്നാകുന്ന അനുഭവമാണുള്ളത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. Here how can we conclude without a trace of doubt that God's plan of salvation is universal? There we have the experience of man and woman, Greek and Jew, foreigner and resident, all become one before God.
നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് കടക്കാം. ദ ബുക്ക് ഓഫ് എസ്തേർ. ക്വസ്റ്റ്യൻ നമ്പർ 15. എബ്രായ വേദപുസ്തകത്തിലും ക്രൈസ്തവരുടെ പഴയ നിയമത്തിലും കാണുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്ന് ഏത്? വിച്ച് ബുക്ക് ഡു യു ഫൈൻഡ് ബോത്ത് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഓഫ് ദ ക്രിസ്ത്യൻസ് ആൻഡ് ഇൻ ദ ഹീബ്രൂ സ്ക്രിപ്റ്റേഴ്സ്? ദ ബുക്ക് ഓഫ് എസ്തേർ. എസ്തേറിന്റെ പുസ്തകം. ക്വസ്റ്റ്യൻ നമ്പർ 16. പഴയ നിയമത്തിൽ ഒരു സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ പുസ്തകം ഏത്? എസ്തേറിന്റെ പുസ്തകം. The book of Esther is the second book known by the name of the woman in the Old Testament. Question number 17. ഏത് കഥയാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ ഉള്ളത്? What is the story in the book of Esther? പുരീം എന്ന പേരിൽ അറിയപ്പെടുന്ന യഹൂദ ആഘോഷത്തിന് പിന്നിലുള്ള കഥ ഈ പുസ്തകത്തിലാണ്. The story behind the Hebrew festival of Purim is from this book. യഹൂദർക്കെതിരെ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു ഉപജാപത്തിന്റെയും തൽഫലമായി ഉണ്ടാകാനിരുന്ന വംശഹത്യയുടെയും അപകടത്തിൽ നിന്ന് സ്വന്തം വംശത്തിൽപ്പെട്ട ഒരു പേർഷ്യൻ രാജ്ഞിയുടെ ഇടപെടൽ വഴി യഹൂദരെ രക്ഷപ്പെടുത്തുന്നതിന്റെയും കഥയാണിത്. This story speaks about a conspiracy that would have resulted was diverted through the timely intervention of Persian queen of Jewish descent. Question number 18. യഹൂദർ എസ്തേറിന്റെ പുസ്തകം എപ്പോഴെല്ലാമാണ് വായിക്കുന്നത്? When did the Jews read the book of Esther? ഈ പുസ്തകത്തിന്റെ കയ്യെഴുത്ത് ചുരുളിൽ നിന്ന് 2 തവണ സുനഗോഗിൽ ഉച്ചത്തിൽ വായിക്കാറുണ്ട്. Usually excerpts from the manuscript or scrolls containing the book of Esther are read aloud on 2 occasions in the synagogue. പുരി തിരുനാളിന്റെ സായാഹ്നത്തിലും അടുത്ത പ്രഭാതത്തിലും ഈ പുസ്തകത്തിന്റെ സമ്പൂർണ്ണ പാഠം യഹൂദർ ഉറക്കെ വായിക്കുന്നത് പതിവാണ്. It is customary for the Jewish people to read this entire book aloud during the evening of the festival of Purim and through the next morning. Question number 19. എന്താണ് എസ്തേറിന്റെ പുസ്തകത്തിൽ ദൃശ്യമാകുന്നത്? What is seen in the book of Esther? ഒരു ജനതയുടെ വീണ്ടെടുപ്പാണ് ഇവിടെ ദൃശ്യമാകുന്നത്. Here we see the salvation of entire community. Question number 20. എസ്തേറിന്റെ പുസ്തകത്തിന്റെ കേന്ദ്ര ബിന്ദു എന്താണ്? എസ്തേറിന്റെ പുസ്തകം ജൂതന്മാരുടെ പുരീം ഉത്സവത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. What is the central theme in the book of Esther? The book of Esther is focus of the festival of Purim observed by the Jewish people. Question number 21. എസ്തേറിന്റെ പുസ്തകത്തിന്റെ ഘടന എപ്രകാരം ഉള്ളതാണ്? The structure chapter 1 and 2 ഒരു ആമുഖം, ഇൻട്രൊഡക്ഷൻ. ചാപ്റ്റർ 3 to 9 verse 19 വരെ പ്രധാന പ്രവർത്തനം, the important events. Then chapter 9:20 to 10:3 വരെ ഒരു ഉപസംഹാരം, conclusion. Question number 22. എബ്രായ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കാത്ത പുസ്തകം ഏത്? Which book in the Hebrew Bible does not give any clear mention of God? The book of Esther. എസ്തേറിന്റെ പുസ്തകം. Question number 23. എസ്തേറിന്റെ പുസ്തകത്തിലെ ഉള്ളടക്കമായുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഏത് കാലഘട്ടത്തിൽ ആണ്? ടൈം പീരീഡ്. അഹശ്വേരോഷ് രാജാവിന്റെ ഭരണകാലത്ത് ആണ് ഈ പുസ്തകത്തിലെ ഉള്ളടക്കമായുള്ള സംഭവങ്ങൾ നടക്കുന്നത്. The events described in the book take place during the reign of King Xerxes, that is Ahasuerus. Second one, എസ്തേറിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഏകദേശം BC 483-482 വർഷങ്ങളിൽ ആരംഭിച്ച് BC 473 അവസാനിക്കുന്നവ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. We can conclude that the events that are described in the book took place during BC 482-483 and ended around BC 473. Third one, ഇത് സാധാരണയായി BC 4ാം നൂറ്റാണ്ടിലേതാണെന്ന് കണക്കാക്കപ്പെടുന്നു. It is generally considered to be from the 4th century BC. Fourth one, ഇന്ന് കാണുന്ന രീതിയിൽ BC 1ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഈ പുസ്തകം പ്രചാരത്തിലായി എന്ന് കണക്കാക്കപ്പെടുന്നു. The book became popular in its present format toward the end of the 1st century BC. Question number 24. എസ്തേറിന്റെ പുസ്തകം BC 4ാം നൂറ്റാണ്ടിലേതാണെന്ന ചിന്തയ്ക്ക് ഊന്നൽ നൽകുന്നത് ആരുടെയെല്ലാം എഴുത്തുകളിലാണ്? Whose writings seem to confirm that the book of Esther is from the 4th century? Josephus. Writing of Josephus. ജൂത വ്യാഖ്യാനമായ എസ്തേർ റബ്ബ,
ദ ജൂയിഷ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് എസ്തർ റബ്ബ, സുറിയാനി സഭാ പിതാവായ ബാർ എബ്രായ എന്നിവരുടെ എഴുത്തുകളിലും ഈ ചിന്തയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ലെറ്റേഴ്സ് ഓഫ് ദ ചർച്ച് ഫാദർ ബാർ എബ്രായ സീം ടു കൺഫേം ദിസ്. ഇതിൻ്റെ അകത്തുനിന്ന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സുറിയാനി സഭാ പിതാവ് ആരാണ്? ബാർ എബ്രായ, ദ ചർച്ച് ഫാദർ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഒന്നാം പേർഷ്യൻ സാമ്രാജ്യത്തിലെ പാരമ്പര്യത്തിൽ യഹൂദ മഹാസഭയിലെ സന്യാസിമാർ പ്രഖ്യാപിച്ച എബ്രായ ബൈബിളിലെ 24 പുസ്തകങ്ങളിൽ അവസാനത്തെ പുസ്തകം ഏത്? വിച്ച് ബുക്ക് വാസ് ദ ലാസ്റ്റ് ഓഫ് ദ 24 ബുക്സ് ഓഫ് ദ ഹീബ്രൂ ബൈബിൾ ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ട്രഡീഷൻ വിച്ച് വാസ് ഓതറൈസ്ഡ് ബൈ ദ ജൂയിഷ് പ്രീസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് പേർഷ്യൻ എംപയർ? ദ ബുക്ക് ഓഫ് എസ്തർ, മെഗില്ലറ്റ് എസ്തർ, എസ്തറിന്റെ പുസ്തകം. ക്വസ്റ്റ്യൻ നമ്പർ 26. താൽമൂഡ് അനുസരിച്ച്, താൽമൂഡ് എന്ന് വെച്ചാൽ യഹൂദ മതഗ്രന്ഥമാണ്, റിലീജിയസ് ടെക്സ്റ്റ്. ആരെഴുതിയ ഒരു മൂലഗ്രന്ഥത്തിന്റെ സംഗ്രഹമാണ് എസ്തറിന്റെ പുസ്തകം? അക്കോർഡിംഗ് ടു ദ താൽമൂഡ്, ദ ബുക്ക് ഓഫ് എസ്തർ ഇസ് എ സമ്മറി ഓഫ് ആൻ ഒറിജിനൽ ബുക്ക് റിട്ടൺ ബൈ ഹും? മൊർദെഖായി. ക്വസ്റ്റ്യൻ നമ്പർ 27. സെപ്റ്റുവജിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏത്? വിച്ച് ബുക്ക് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെപ്റ്റുവജിന്റ്? ദ ഗ്രീക്ക് ബുക്ക് ഓഫ് എസ്തർ, എസ്തറിന്റെ ഗ്രീക്ക് പുസ്തകമാണ്, നോട്ട് ദ ഹീബ്രൂ വൺ, എബ്രായ പുസ്തകം അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 28. എസ്തറിന്റെ പുസ്തകത്തിലെ കാതലായ തത്വം, സാൻമാർഗിക തത്വങ്ങൾ എന്തെല്ലാം? ദിസ് ഇസ് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഇൻട്രൊഡക്ഷൻ. What are the ethical and moral principles in the book of Esther, or what is the basic ideology of this book? ആദ്യത്തേത് നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ ദ്വേഷിക്കുക എന്നതാണ്. The basic ideology of this book is love your brother, hate your enemy. ഒരു സമുദായത്തിന്റെ സത്താപരമായ അടിസ്ഥാനങ്ങൾ അപകടത്തിലാകുമ്പോൾ അതിലെ വ്യക്തികൾ സ്വയം ത്യജിച്ച് അതിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുങ്ങണമെന്നാണ് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. The book reminds us that when the basic foundation of the community face the threat of destruction, individuals in the community must be prepared to sacrifice themselves to protect and build it up. ഇത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പണ്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് ഇങ്ങനെയുള്ളത്. അഹശ്വേരോഷ് രാജാവ്, സക്സസ് ഒന്നാമൻ, മെഗില്ലറ്റ് എസ്തർ, എസ്തറിന്റെ പുസ്തകം, സുറിയാനി സഭാ പിതാവ്, ബാർ എബ്രായ, സെപ്റ്റുവജിന്റ്, എസ്തറിന്റെ ഗ്രീക്ക് പുസ്തകം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.